നിലവിൽ നമുക്ക് ഗൾഫിന്റെ ഒരു പശ്ചാത്തലം എന്താണെന്ന് കൂടി മനസ്സിലാക്കണം. ജമാലുദ്ദീൻ കൂടി ചേരുകയാണ്. ജമാൽ, ഇപ്പോൾ അവിടുത്തെ നിലവിലുള്ള സ്ഥിതിഗതികൾ എന്തെല്ലാമാണ്? ഗുഡ് മോർണിംഗ് സുന്ദരി. യുദ്ധം 8ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ പൊതുവിൽ ഗൾഫ് രാജ്യങ്ങളിൽ പൊതുവെ ശാന്തമാണ്. കാര്യമായ ആക്രമണങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷേ ബഹ്റൈനിൽ അല്പസമയം മുമ്പ് അപായ സൈറൻ മുഴങ്ങുന്നു എന്ന വാർത്തയുണ്ട്. ജനങ്ങൾ സുരക്ഷിത സ്ഥാനങ്ങളിൽ തന്നെ തുടരണം, സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണം എന്ന അറിയിപ്പ് അധികൃതർ നൽകിയിട്ടുണ്ട്. പൊതുവിൽ ഇന്ന് കാര്യമായ ആക്രമണങ്ങൾ ഉണ്ടായിട്ടില്ല. ഇന്നലെയും കാര്യമായ ആക്രമണങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ ഉണ്ടായില്ല. ഡ്രോൺ ആക്രമണങ്ങൾ ഇടയ്ക്കിടെ ഉണ്ടാകുന്നുണ്ട് എന്നൊഴിച്ചാൽ നാശനഷ്ടങ്ങൾ കാര്യമായി ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഇന്നലത്തെയും ഇന്നത്തെയും സംഭവവികാസങ്ങൾ. പക്ഷെ അതേസമയം ഏത് സമയം ഒരു ഡ്രോൺ ആക്രമണം ജനങ്ങൾ പ്രതീക്ഷിക്കുന്നു. അത്തരത്തിലൊരു ഭയം എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ഉണ്ട്. ഏത് സമയത്തും എപ്പോഴും ഒരു ഡ്രോൺ ആക്രമണം എവിടെ ഉണ്ടാകും എന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. പക്ഷെ കഴിഞ്ഞ ഇന്നലെയും ഇന്നുമായി കാര്യമായ ആക്രമണങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമാണ് ആശ്വാസകരമായ അവസ്ഥ. മറ്റൊന്ന്, ഗൾഫ് രാജ്യങ്ങളിൽ കഴിയുന്ന ഇന്ത്യക്കാർക്ക് അല്ലെങ്കിൽ മലയാളികൾക്ക് അവരുടെ നാടുകളിലേക്ക് മടങ്ങാൻ ഇപ്പോഴും മതിയായ സൗകര്യങ്ങൾ ഉണ്ടായിട്ടില്ല എന്നതാണ്. വിമാന സർവീസുകളുടെ എണ്ണം കൂട്ടി വരുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും അടിയന്തര സാഹചര്യങ്ങൾ പോലും നാട്ടിലേക്ക് മടങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടാനില്ല. ഉണ്ടെങ്കിൽ തന്നെ ഭീമമായ നിരക്ക് നൽകേണ്ടി വരും. ഇവരെയൊക്കെ സഹായിക്കാൻ കേരള സർക്കാരിന്റെ നോർക്കയുടെ കീഴിൽ നോർക്ക സഹായ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. കാരണം ഇവിടെ നിരവധി ആളുകൾ ഈ വിസിറ്റ് വിസയിൽ ഒക്കെ വന്ന് കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പരിമിതമായ ദിവസങ്ങളിലേക്ക് മാത്രം വന്ന് അല്ലെങ്കിൽ അതിനുള്ള തുക മാത്രം കണ്ടെത്തി ഇവിടെ എത്തിയ ആളുകളുണ്ട്. അവരുടെ വിസ കാലാവധി കഴിഞ്ഞു. പക്ഷേ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ നേരത്താണ് ഈ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ സമയത്ത് യഥാസമയത്ത് നാട്ടിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. പക്ഷെ മിക്ക രാജ്യങ്ങളിലും ഇപ്പോൾ വിസ കാര്യങ്ങളിൽ ഇളവ് നൽകിയിട്ടുണ്ട്. പക്ഷെ ഈ വിസ കാര്യങ്ങളിൽ ഇളവ് നൽകിയിട്ടുണ്ടെങ്കിൽ പോലും സാമ്പത്തികമായ ഒരു അരക്ഷിതാവസ്ഥ അല്ലെങ്കിൽ സാമ്പത്തികമായ പ്രയാസങ്ങൾ അവരെ അലട്ടുന്നുണ്ട്. ഇവരെ സഹായിക്കാൻ വേണ്ടി കേരള സർക്കാരിന്റെ നോർക്കയുടെ കീഴിൽ സഹായ കേന്ദ്രങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ആ സഹായ കേന്ദ്രങ്ങളൊക്കെ തന്നെയും നിരവധി ആളുകളാണ് ബന്ധപ്പെടുന്നത്. ഏതായാലും അത്തരത്തിലുള്ള മലയാളികളെ സഹായിക്കാൻ കേരള സർക്കാരിന്റെ നോർക്കയുടെ കീഴിലുള്ള സഹായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, നാട്ടിലേക്ക് മടങ്ങാനുള്ള സാഹചര്യങ്ങൾ മുഴുവനായി പൂർണ്ണമായ തോതിലേക്ക് ഈ വരും ദിവസങ്ങളിൽ, ഇന്നും നാളെയും ഒക്കെയായി ഈ വരും ദിവസങ്ങളിൽ ഈ കൂടുതൽ സർവീസുകൾ, വിമാന സർവീസുകൾ കേരളത്തിലേക്ക് മറ്റ് സ്ഥലങ്ങളിലേക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. സ്കൂളുകൾ ഇപ്പോഴും ഓൺലൈൻ സംവിധാനത്തിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. മറ്റ് ജനജീവിതമൊക്കെ തന്നെയും സാധാരണ നിലയിലേക്ക് മടങ്ങിയിട്ടുണ്ട്. പക്ഷെ എപ്പോഴും ഒരു ഭീതി ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതാണ് വാസ്തവം. അതായത് നിലവിലത്തെ ഇപ്പോൾ ജമാലിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ അവിടെ ഒരു അന്തരീക്ഷത്തിന് വളരെ ശാന്തമാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ നാട്ടിലേക്ക് എത്തുവാനുള്ള സൗകര്യം, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ടല്ലേ? ഈ സ്കൂളുകളിൽ അവിടെ സ്ഥിതിഗതികൾ ശാന്തമാവുകയാണെങ്കിൽ അപ്പോൾ തന്നെ പരീക്ഷകൾ ആരംഭിക്കാം, അവിടെയെല്ലാം സജ്ജമാണെന്ന് കഴിഞ്ഞ ദിവസം ശിവൻകുട്ടി മിനിസ്റ്റർ പറയുകയുണ്ടായി. എങ്കിലും അവിടെ പരീക്ഷാ തീയതികൾ മാറ്റം വന്നിരിക്കുന്നു. അത് മാതാപിതാക്കളുടെ ഒരു ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ടോ? തീർച്ചയായും അതാണ് നേരത്തെ സൂചിപ്പിച്ചത്. ഏത് സമയം ഒരു ആക്രമണം പൊട്ടിപ്പുറപ്പെടാം അല്ലെങ്കിൽ ആക്രമണം ഉണ്ടാകാം, അത് സ്ഥിതിഗതി വഷളാകും എന്നൊരു ഭീതി, ഒരു ആശങ്ക എപ്പോഴും ഇവിടുത്തെ സർക്കാരിനായാലും ശരി പ്രവാസികൾക്കായാലും ഉണ്ട്. അതിന്റെ സാഹചര്യത്തിലാണ് ഒരു സാഹചര്യത്തിലാണ് പരീക്ഷകൾ മാറ്റിവെച്ചത്. കൂടുതൽ സുരക്ഷിതമായ സമയത്ത് പരീക്ഷ നടത്താം എന്നാണ് സർക്കാരൊക്കെ തന്നെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ പരീക്ഷാ തീയതി പെട്ടെന്ന് മാറ്റുന്നത് പ്രയാസമുണ്ടാക്കുമെന്ന തിരിച്ചറിവ് കൂടി സർക്കാരിന് ഉണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ പരീക്ഷകൾ മാറ്റിവെക്കാനുള്ള ഒരു കാരണം.